പേടില്ല. ഹിജ്റ പോവാണ്, എത്ര പേടിക്കണം അല്ലേ? എത്ര പേടിക്കണം? ചുറ്റുപാടും ശത്രുക്കളാണ്. മുഹമ്മദിന്റെ തലയെറുത്ത 100 ഒട്ടകമാണ്. വലിയ വലിയ അംഗീകാരങ്ങളാണ്, ഓഫറുകളാണ്. ഈ ഓഫറുകൾ വാങ്ങാൻ വേണ്ടിയിട്ട് ആളുകൾ പരക്കെ ചിതറി ഓടിയ സമയത്ത് റസൂലുള്ളാഹി ഹിജ്റ പോവാണ്. പ്രതീക്ഷയാണ്, ധൈര്യമാണ്. സൗറിന്റെ കോലായിൽ വരെ നബിയെ തേടിവരെത്തി. നബിയും അബൂബക്കറും സൗറിൽ കഴിയുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അബൂബക്കർ പറയാണ്, നബിയെ, അവർ കാലിന്റെ ചുവട്ടിലേക്ക് നോക്കിയാൽ നമ്മൾ പിടിക്കപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബൂബക്കറെ, എന്താ മനസ്സിലാക്കിയത്? എന്താ മനസ്സിലാക്കിയത്? പടച്ചോൻ മൂന്നാമനായുള്ള 2 പേരെ കുറിച്ച് നീ എന്താണ് മനസ്സിലാക്കിയത്? ലാ തഹ്സൻ, അബൂബക്കറെ നീ ദുഃഖിക്കണ്ട, ഇന്നല്ലാഹ മഅനാ, നമ്മുടെ കൂടെ പടച്ചോണ്ട്. ഈ ധൈര്യമൊക്കെ ഈമാനുള്ള ദീനുള്ള ആൾക്കാർക്ക് കിട്ടുള്ളൂ. മനസ്സിലായി? എന്തിന് കുറെ കാശും കുറെ ആസ്തിയൊക്കെ ഉണ്ടായിട്ടും ആത്മഹത്യ ചെയ്യണം? എന്തിനാ ലഹരി ഉപയോഗിക്കണേ? എന്തിനാ മക്കളെ കൊല്ലണ്? മനുഷ്യൻ സ്വസ്ഥതല്ല അല്ലേ? എങ്ങനെ സ്വസ്ഥത ഉണ്ടാവും? പടച്ച റബ്ബ് നമുക്ക് ഇറക്കി തന്ന ഒരു ജീവിത മാർഗമുണ്ട്. ആ മാർഗം മാറ്റി വെച്ചിട്ട് ആളുകൾ സിനിമയെയും പലതരത്തിലുള്ള ഇസങ്ങളുടെയും പിന്നാലെ പോകുമ്പോ എങ്ങനെ സമാധാനം ഉണ്ടാകും? അല്ലേ? എന്റെ ഹുദയെ പിൻപറ്റിക്കോളി, എന്റെ ഹുദയെ പിൻപറ്റിക്കോളി. നിങ്ങൾ പിഴച്ചു പോവുകയില്ല, നിങ്ങൾക്ക് ദൗർഭാഗ്യം ബാധിക്കുകയില്ല. അല്ല പറഞ്ഞതാ. എപ്പോ പറഞ്ഞാ നിങ്ങള്? സ്വർഗത്തിന്ന് ആദമിനെയും ഹവ്വനെയും ഇബ്ലീസിനെയൊക്കെ പുറത്താക്കണ സമയത്ത് പറഞ്ഞതാ. അടുത്തായിട്ട് എന്താ അറിയോ? വമന്ന അറദാൻ ദിക്രി, ആരാണോ എന്റെ ഉത്ബോധനത്തെ, എന്റെ ദൃഷ്ടാന്തത്തെ, എന്റെ വചനത്തെ, എന്റെ ഗൈഡൻസിനെ അവഗണിക്കുന്നത്, അവന് കുടുസമായ ജീവിതം ഉണ്ടാവും. അള്ളാന്റെ വഹയിനെ പിൻപറ്റിയാൽ അവന് എളുപ്പമുണ്ടാകും, പടച്ചോന്റെ ബർക്കത്തുണ്ടാകും, സഹായമുണ്ടാകും, എല്ലാം ഉണ്ടാവും. അത് ഒഴിവാക്കിയാലോ കുടുസമായ ജീവിതം ഉണ്ടാവും. 950 കൊല്ലം ദഅവത്ത് നടത്തിയ നൂഹ് നബി തന്റെ ജനതയോട് എന്താ പറഞ്ഞത്? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. അല്ലാഹ് അങ്ങേയറ്റം പൊറുക്കുന്നവനാണ്. പടച്ചറബിന് ഏറ്റവും വെറുക്കപ്പെട്ട അവനെ പങ്കു ചേർക്കുക എന്നത്, അവനൊരു കുട്ടിയുണ്ട് എന്നത്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വന്നുപോയാൽ പോലും അല്ലാഹ് പുറത്തു. കാരണം അല്ലാഹ് ഗഫാറാണ്. ആ ഗഫാറായ പടച്ചോനിലേക്ക് നിങ്ങൾ മടങ്ങിക്കോളീൻ, ഞാൻ പറയും നിങ്ങൾ സ്വീകരിച്ചോളീൻ. എന്നാൽ യുർസിലിസ്സമാഅലൈക്കും മിദ്റാറാ വയുംദിദുകും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്ത് വയജഅൽ ലക്കും അൻഹാറാ. ആകാശത്ത് നിന്ന് സമൃദ്ധമായി നിങ്ങൾക്ക് അല്ലാഹു വെള്ളമിറക്കി തരും. വേണമെന്നില്ല, സമൃദ്ധമായിട്ട് വെള്ളമിറക്കി തരും. നിങ്ങളുടെ സമ്പത്തിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് അഭിവൃദ്ധി നൽകും. നിങ്ങൾക്ക് അല്ലാഹു തോട്ടങ്ങൾ ഉണ്ടാക്കി തരും. നിങ്ങൾക്ക് അവൻ നദികളും ഒഴുക്കിത്തരും. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ അള്ളാന്റെ ദീനിക്ക് മടങ്ങാൻ. ഈ ദീനാണ് നമ്മുടെ വിജയത്തിന്റെ രഹസ്യം. ഇത് നമ്മൾ ഉൾക്കൊള്ളണം ആദ്യം, മനസ്സിലായില്ലേ? എന്നിട്ട് ആ ദീനിൻ്റെതായ വിശ്വാസവും ദീനിൻ്റെതായ കർമ്മപദ്ധതിയും ദീനിൻ്റെതായ ചിട്ടവട്ടങ്ങളും നമ്മൾ പാലിക്കണം. മനുഷ്യന്മാരെ കൂട്ടത്തിൽ കുറേ ആൾക്കാരുണ്ട്, അവരൊക്കെ വിശ്വാസികളാണ് നടക്കണത്. പക്ഷേ അവരൊക്കെയും അള്ളാഹുവിൽ ശിർക്ക് വെച്ചുകൊണ്ടാണ് വിശ്വസിക്കണത്. ശിർക്ക് വെച്ച് വിശ്വസിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായില്ലേ? പിന്നെ എന്ത് വേണം? ശിർക്കില്ലാതെ ദുൽമ് കലരാതെ വിശ്വസിക്കണം. ദുൽമ് കലരാൻ പാടില്ല വിശ്വാസത്തിൽ. എന്താ ദുൽമ്? ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകന് കൊടുത്ത ഉപദേശമുണ്ട്. യാ ബുനയ്യ, പൊന്നുമോനെ, ലാ തുശ്രിക് ബില്ലാഹ് ഇന്നശ്ശിർക ലദുൽമുൻ അദീം. നീ അല്ലാഹുവിൽ പങ്കു ചേർക്കല്ലേ, അത് വലിയ അക്രമമാണ്.
ആ അക്രമം കരുതാൻ പാടില്ല. ഒരു വീടിന്റെ അടിത്തറ പോലെ നമ്മുടെ ജീവിതത്തിന്റെ അടിത്തറയാണ് നമ്മുടെ വിശ്വാസം. ഈ പ്രപഞ്ചത്തിൽ എന്താണ് ഒറ്റക്കുണ്ടായ ഒരു സാധനം? നിങ്ങൾ പറഞ്ഞാണ്, എന്തെങ്കിലും സാധനം വെറുതെ ഉണ്ടായിട്ടുണ്ടോ? ഒരു ആക്ഷൻ ഇല്ലാതെ, എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളില്ലാതെ ഒന്നും ഉണ്ടായില്ല. എന്നാൽ വലിയ ബുദ്ധിജീവികൾ എന്നറിയപ്പെടുന്ന ആൾക്കാർ നിരന്തരമായി ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പ്രപഞ്ചം വെറുതെ ഉണ്ടായതാണ്. എന്ത് വലിയ വിവരക്കേടാണത് അല്ലേ? ഒരു പേപ്പർ, രണ്ട് പേപ്പർ, ഒരു പേപ്പർ കൊണ്ട് നമ്മൾ തോണി ഉണ്ടാക്കി, മറ്റേ പേപ്പർ നമ്മൾ അവിടെ വെച്ച് കാലങ്ങൾ വർഷങ്ങൾ കഴിഞ്ഞാലും ഈ പേപ്പർ ഇതുപോലെ തോണിയാവോ? ആവോ? ആവൂല. കാരണം എന്താ? ഈ പേപ്പർ എടുത്ത് ഇവിടെ നമ്മൾ ഉണ്ടാക്കിയതാണിത്. ഈ വെറും പേപ്പർ അങ്ങനെ തന്നെ കിടക്കും അല്ലേ? ഒരു മരം പുഴയിലേക്ക് വീണ് കാലങ്ങളോട് ഒഴുകി നടന്നാൽ അത് തോണിയാവോ? കപ്പലാവോ? ബോട്ടാകോ? ആകൂലല്ലോ. കുറച്ച് കല്ലും അതുപോലെ തന്നെ സിമന്റും കമ്പിയും എല്ലാം കൂടെ കൊല്ലങ്ങളോടെ കൂട്ടിയിട്ടാൽ ഇതുപോലെ മനോഹരമായൊരു വീടാവോ? പിന്നെ എങ്ങനെ ഈ പ്രപഞ്ചം ഇത്ര സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഈ പ്രപഞ്ചം മാത്രം ഒരാളുടെ നിയന്ത്രണമില്ലാതെ, സൃഷ്ടിപ്പില്ലാതെ, കൺട്രോൾ ഇല്ലാതെ വെറുതെ സയന്റിഫിക്കായി പോകുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സയന്റിഫിക്കിന്റെ പിന്നിൽ, സയൻസിന്റെ പിന്നിൽ ഒരാളാരാ? ആ പടച്ചോൻ. അവനിൽ അചഞ്ചലമായി വിശ്വസിക്കണം. അവനിൽ യാതൊരു തരത്തിലുമുള്ള ശിർക്ക് കലരാൻ പാടില്ല. ഇന്ന ശിർക ലദുൽമുൻ അദീം. അല്ലാഹു കൊടുക്കേണ്ട ഒരു അവകാശം പടപ്പൊക്കെ വെച്ചു കൊടുക്കാൻ പാടില്ല. മരിച്ചുപോയ മഹാന്മാർ നമ്മുടെ പ്രാർത്ഥന കേൾക്കും, നമ്മളെ സഹായിക്കും. എവിടുന്ന് വിളിച്ചാലും വിളിക്കുത്തരം നൽകും. കടലിൽ നിന്ന് വിളിച്ചാലും, കരയിൽ നിന്ന് വിളിച്ചാലും, മാനത്ത് നിന്ന് വിളിച്ചാലും അവർ സംരക്ഷണത്തിനെത്തും എന്ന് വിശ്വസിച്ചാൽ ശിർക്കാണ്. കാരണം അള്ളാഹിനെ കുറിച്ച് വിശ്വസിക്കേണ്ട കാര്യമാണത്. അള്ളാഹിനെ കുറിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണത്. ബഗാൻ പോകുമ്പോ അള്ളാഹനെ വിളിക്കേണ്ട ബദരീങ്ങളെ എന്നല്ല, മമ്പ്രത്തെ തങ്ങളെ എന്നല്ല. ബദരീങ്ങളാരാ? ബദറിൽ ശത്രുക്കളുടെ വെട്ടേറ്റ് മരിച്ചവരാണ്. 300 ചില്ലാനം പടയാളികളിൽ 160 ചില്ലാനം ആളുകൾ രോഗം ബാധിച്ചിട്ടോ ശത്രുക്കളുടെ വെട്ടേറ്റിട്ടോ മരണപ്പെട്ടു പോയവരാണ് ബദരീങ്ങൾ. ഒരു കോലത്തിനെ സംരക്ഷിക്കാൻ പറ്റിയിട്ടില്ല. എപ്പോ? ജീവനുള്ള കാലത്ത്. ബദർ കഴിഞ്ഞ് ഉഹുദുണ്ടായി, ഖന്തഖുണ്ടായി, ഹുനൈനുണ്ടായി, ധാരാളം യുദ്ധങ്ങളുണ്ടായി, പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായി. സ്വഹാബത്തോ നബിയോ ഏതെങ്കിലും ഒരു ബദരീങ്ങളെ വിളിച്ചിട്ടില്ല? ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു സഹാബിയുടെ കബറ് കെട്ടിപ്പൊക്കിയിട്ടില്ല. അവിടെ പ്രത്യേകമായി ഉറൂസും നേർച്ചയും ആന എഴുന്നള്ളിപ്പുമില്ല. അവിടെ പ്രത്യേകമായ ഘോഷയാത്രയും പൂരവും ആചാരങ്ങളും ആണ്ടും നേർച്ചകളും ഇല്ല. പിന്നെയോ റസൂലുള്ള മരിക്കുമ്പോൾ പോലും പറഞ്ഞത്, എന്റെ ഖബറിനെ പോലും നിങ്ങൾ ആഘോഷ കേന്ദ്രമാക്കരുത്, എന്റെ ഖബറിനെ നിങ്ങൾ ആരാധനയുടെ കേന്ദ്രമാക്കരുത്. ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്. എന്റെ ഖബറിനെ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത്. ചോദിക്കേണ്ടത് ആരോടാ? അള്ളാഹിനോട്. വിശ്വസിക്കേണ്ടത് ആരെയാ? അള്ളാഹുവിൽ. എന്തിനും ഏതിനും നമുക്ക് ആരുണ്ടെന്നാ വിചാരിക്കേണ്ടത്? ഔലിയാക്കൾ ഉണ്ടെന്നാണോ? അല്ല. ആരാ ഔലിയാക്കൾ? അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പേടിക്കണ്ട, ദുഃഖിക്കണ്ട. ആരാണവർ? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. ആരാ ഔലിയാക്കള്? പച്ച പുതച്ച് നിസ്കരിക്കാതെ, പല്ല് തേക്കാതെ, കൃത്യമായിട്ട് വൃത്തിയാക്കാതെ, നോമ്പിന് റമദാനിൽ ഭക്ഷണം കഴിക്കുന്ന, കള്ളു കുടിക്കുന്ന, ഇതൊക്കെയാണ് ഔലിയാക്കളുടെ വിശേഷണമായിട്ട് ഇവിടെ എഴുതി പിടിപ്പിച്ചിട്ടുള്ളത്. എന്നാ ഖുർആൻ പറഞ്ഞ ഔലിയാര? അലാ ഇന്ന ഔലിയാ അല്ലാഹ്. അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് പേടിക്കണ്ട, അവർക്ക് ദുഃഖിക്കണ്ട. അവരാരാണ്? അല്ലദീന ആമനൂ വകാനൂ യത്തഖൂൻ. അവർ അല്ലാഹുവിൽ കൃത്യമായി വിശ്വസിക്കുന്നവരാണ്. അവർ പടച്ച റബ്ബിന്റെ വിധിവിലക്കുകൾ A to Z പാലിച്ചു പോകുന്നവരാണ്. നിസ്കരിക്കാത്തവനാണെന്നല്ല, നിസ്കരിക്കണവനാണ്. കള്ളുടിക്കണവനാണെന്നല്ല, കള്ളു കുടിക്കാത്തവനാണ്. വ്യഭിചരിക്കുന്നവരാണെന്നല്ല, വ്യഭിചരിക്കാത്തവനാണ്. പടച്ചവനെ പേടില്ലാതെ തോന്നിയാസം വിളിച്ചു പറഞ്ഞ് പിച്ചിമ്മയും പറഞ്ഞു നടക്കുന്ന മാനസിക രോഗിയാണ്, ഭ്രാന്തനാണെന്നല്ല, മറിച്ചവൻ മുത്തഖിയാണ്. അപ്പൊ വിശ്വാസത്തിൽ കളങ്കം വരാൻ പാടില്ല, കർമ്മങ്ങളിൽ ബിദ്അത്ത് കയറാൻ പാടില്ല. റസൂലുള്ള പറഞ്ഞു. എന്താ പറഞ്ഞത്? നാളെ പരലോകത്തിന്റെ ഉമ്മത്ത് വരും, അവർക്ക് ഞാൻ വെള്ളം കൊടുക്കാൻ വേണ്ടി നിൽക്കുമ്പോ എനിക്കും അവർക്കും ഇടയിൽ അള്ളാഹ് മറയിടും. എന്നിട്ട് അല്ലാഹു പറയും, ഫഇന്നക ലാ തദീ
മാ അഹ്ദസൂ ബഅദക, തീർച്ചയായിട്ടും നിനക്കറിയില്ല നബിയെ നിങ്ങളുടെ കാലശേഷം ഇവർ എന്തൊക്കെയാണ് ഈ മതത്തിൽ ഉണ്ടാക്കിയത്. മതത്തിൽ പുതിയതായി ചേർക്കാൻ ഞമ്മക്ക് പെർമിഷൻ ഇല്ല, പണ്ഡിതന്മാർക്കുണ്ടോ ഓർക്കൂല്ല, ഇനി സ്വഹാബത്തിനുണ്ടോ ഓർക്കൂല്ല, ഇനി അതിനേക്കാൾ ദറജ കൂടിയ ഒരാളുണ്ട്, അതാരാ? നബിയാണ്. നബിക്കുണ്ടോ? നബിക്ക് പോലുമില്ല. വമായന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീയുഹാ. നബി വഹയിന്റെ അടിസ്ഥാനത്തിലല്ലാതെ സംസാരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മതമായി പറഞ്ഞതൊക്കെയും വഹയി ഉണ്ടായിട്ടാ പറഞ്ഞത്. ഇനി നബി മതമല്ലാതെ പറഞ്ഞ വല്ലതുണ്ടെങ്കിലോ അത് മതമല്ല എന്നതിന് തെളിവുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ തെളിവോടുകൂടെ നബി പോലും പറഞ്ഞത്, വലൗ തഖവ്വല അലൈനാ ബഅദൽ ലഖാവീൽ ലഅഖദ്നാ മിൻഹു ബിൽ യമീൻ സുമ്മ ലഖതഅനാ മിൻഹുൽ വതീൻ. നബിയെ, നിങ്ങളെങ്ങാനും സ്വന്തം ഇഷ്ടപ്രകാരം ഈ മതത്തിൽ വല്ലതും പറഞ്ഞാൽ നിങ്ങളുടെ ജീവനാടിയെ ഞാൻ മുറിച്ചു കളയും. ആരോട്? നബിനോട്. നബിക്ക് പോലും പെർമിഷൻ ഇല്ല, പിന്നല്ലേ വേറുള്ള ആൾക്കാർ? വലിയ വലിയ ഹോജമാർ, വലിയ വലിയ തങ്ങന്മാർ, വലിയ വലിയ മഹത്തുക്കൾ, അവരെല്ലാവരും ചെയ്തു പോകുന്ന കാര്യമാണ് നാം ഈ ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഏറ്റവും വലിയ തങ്ങന്മാർ, ഏറ്റവും വലിയ മഹാന്മാർ, ഏറ്റവും വലിയ ഔലിയാക്കൾ സഹാബത്താണ്. അവരാരും ദീനിൽ ഒന്ന് ഉണ്ടാക്കാൻ പോയിട്ട് ഉള്ളതിൽ ചെറിയൊരു മാറ്റം വരുത്താൻ പോലും ആരും ശ്രമിച്ചിട്ടില്ല. അങ്ങനെ ആരെങ്കിലും മാറ്റം വരുത്തിയാലോ അവര് കണിശമായിട്ട് അതിനെ വിമർശിച്ചിട്ടുണ്ട്. പള്ളിയില് ഈത്തപ്പഴത്തിന്റെ കുരു കൂട്ടിയിട്ടിട്ട് കൂട്ടമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അതിനിങ്ങനെ വാരിയെടുത്ത് ദിക്റുകൾ ചൊല്ല. ഒരാള് അമീറായി ഇരുന്നിട്ട് അയാൾ ഇങ്ങനെ പറയും കബ്ബിറൂമി 100 വട്ടം തക്ബീർ ചൊല്ലിക്കോളി. അപ്പൊ ഇങ്ങനെ ഈ കുരു എടുത്തിട്ട് എണ്ണും 100 എണ്ണം. സബ്ബിഹൂമി ഹല്ലിലൂമി 100 വട്ടം ലാ ഇലാഹ ഇല്ലല്ലാഹ്, 100 വട്ടം സുബ്ഹാനല്ലാഹ്, 100 വട്ടം അല്ലാഹു അക്ബർ, അങ്ങനെ ചൊല്ലിക്കോളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഇതിങ്ങനെ ദിക്റല്ല. നബിന്റെ കാലത്ത് ഇല്ലാത്ത പരിപാടിയാ. ദിക്റുണ്ട്, പക്ഷേ ദിക്ർ ഇങ്ങനെ ചൊല്ലുന്ന ഒരു രീതിയില്ല, ദിക്ർ ഹൽഖയില്ല, ഇങ്ങനെ കൂട്ടിയിട്ടിട്ട് ഒരുമിച്ച് കൂടിയുന്നൊരു പരിപാടിയില്ല. ഇത് കണ്ട സഹാബത്ത് ഇബ്നു മസ്ഊദിന് വിവരം അറിയിച്ചു. ഇബ്നു മസ്ഊദ് പള്ളിയിലേക്ക് ഓടി വന്നിട്ട് അവരോട് പറഞ്ഞെന്താ? വെരി ഗുഡ്, ബിദ്അത്തുൻ ഹസന, നല്ലൊരു ബിദ്അത്താട്ടോ നിങ്ങൾ തുടങ്ങിയച്ച് എന്നല്ല പറഞ്ഞത്. പിന്നെന്താ പറഞ്ഞത്? വൈഹക്കും യാ ഉമ്മത്ത് മുഹമ്മദ്, ഉമ്മത്ത് മുഹമ്മദെ നിങ്ങൾക്ക് നാശം. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിട്ട് കാലമധികമായിട്ടില്ല, നബിയുടെ വസ്ത്രം നുരുമ്പിയിട്ടില്ല, അവിടുത്തെ പാത്രങ്ങൾ പൊട്ടിപ്പോയിട്ടില്ല, അവിടുത്തെ ഭാര്യമാർ മരിച്ചു പോയിട്ടില്ല. വഹാഉലാഇ സഹാബത്തു റസൂലില്ലാഹ്, നബിയുടെ സഹാബത്തിദാ ഇവിടെ ജീവനോടെ കഴിച്ചു കൂട്ടുന്നുണ്ട്. എന്നിരിക്കെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് തെറ്റിപ്പോയോ? ആൾക്കാർ എന്താ പറഞ്ഞറിയോ? മാ അറദ്ന ഇല്ലൽ ഖൈർ, ഞങ്ങൾ നല്ലതല്ലാതെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. മരിച്ച വീട്ടിൽ യാസീൻ ഓതുമ്പോ വർത്താനം പറയണ്ടല്ലോ, യാസീൻ ഓതല്ലേ നല്ലത്, അങ്ങനെ വിചാരിച്ച്. നടന്നു പോകുമ്പോ വർത്താനം പറയണ്ടല്ലോ, തക്ബീർ അല്ലല്ലേ നല്ലത്, അങ്ങനെ വിചാരിച്ച് അല്ലേ? അങ്ങനെ ഓരോന്നും നല്ലതല്ലേ എന്ന് കരുതിയിട്ടാണ്, എന്ന ന്യായം പറഞ്ഞിട്ടാണ് ആൾക്കാർ പലതും ചെയ്തു പോണേ. ഈ നല്ലത് പഠിപ്പിക്കാനല്ലേ അപ്പൊ നബി വന്നത്? അല്ലേ? ഇപ്പൊ നബി എല്ലാ നല്ലതും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് പോകുമ്പോ പിന്നെ നബിക്ക് അറിയാത്തൊരു നല്ലതുണ്ടാവോ? സ്വർഗത്തേക്ക് നിങ്ങൾ എത്തിക്കണം, നരകത്ത് നിങ്ങൾ രക്ഷപ്പെടുത്തണം ഒക്കെ ഞാൻ പഠിപ്പിച്ചെന്ന് പറഞ്ഞു പോയതല്ലേ നബി? അല്ലേ? ആ നബി 23 കൊല്ലം നബിയായിട്ട് ഒരു 22 ബർത്ത്ഡേ എങ്കിലും കഴിഞ്ഞില്ലേ? ആ നബിയുടെ ജന്മദിനത്തിന്റെ അന്ന് റസൂലുള്ള ഒരു മധുരമെങ്കിലും കൊടുത്തോ? ഒരു കാരക്കന്റെ ചീന്തെങ്കിലും കൊടുത്തോ? വലിയ കൊട്ടിഘോഷിച്ച് വലിയ ആഘോഷമായി ചെയ്യാണല്ലോ. 2 പെരുന്നാളിനേക്കാളും വലിയ ആഘോഷം അതാണ്. മനസ്സിലായില്ലേ? പുണ്യകരമായൊരു ഇബാദത്ത് അതാണ്. ദീനിനെതിരാകാത്തത് കൊണ്ട് ബിദ്അത്തല്ല എന്ന പുതിയ ന്യായം. ദീനിനെതിരായാലേ ബിദ്അത്താകൂ, ദീനിനെതിരല്ലെങ്കിൽ ബിദ്അത്തില്ല. അങ്ങനെയല്ല. ദീനിൽ അസ്ലില്ലാത്ത എല്ലാം ബിദ്അത്താണ്. ദീനിൽ അസ്ലില്ലാത്ത എല്ലാം ബിദ്അത്താണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിനും അസ്ലുണ്ടെന്ന് ഉറപ്പിക്കേണ്ട ബാധ്യത ആർക്കാ? ഞമ്മക്കാ. സ്ഥലക്കെടുത്ത് കുറ്റടിക്കാൻ നാളെ എഞ്ചിനീയർ വരും അല്ലേ? അപ്പൊ എന്താ ചെയ്യണ്ടേ? ബിസ്മി ജനൽ അടിക്ക. അല്ല, അവിടെ വേറെ എന്തൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ. ഉണ്ടോ? എന്നാ തെളിവണ്ടി.
കുറ്റിപൂജക്ക് തെളിവുണ്ട്, കട്ടിൽ വെപ്പിന് തെളിവുണ്ട്, അല്ലെ? മറ്റുള്ള മൗലീദുകൾക്കും അതുപോലെ തന്നെ റാത്തീബുകൾക്കും ഹദ്ദാദുകൾക്കും തെളിവുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിന്, ഈ മാല മൗലീദുകൾ റസൂലുള്ളാഹി പാടിയതിന്, സ്വഹാബത്ത് ചൊല്ലിയതിന്, വെള്ളിയാഴ്ച രാവിൽ ഈ പള്ളികളിൽ ഇരുന്ന് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നടത്തുന്ന ഈ ഖുതുബിയത്ത് അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും ചെയ്തതിന് ഒരു തെളിവുണ്ട്. കൊണ്ടുവരാൻ കഴിയില്ല. കാരണം ഓൽക്കെന്നെ അറിയാം 400 കൊല്ലം പഴക്കമുള്ളൂ, ചിലത് 500 കൊല്ലം പഴക്കമുള്ളൂ. ഏറ്റവും പഴക്കം കൂടിയത് 600 കൊല്ലം മാത്രമാണ്, അതിലപ്പുറത്തേക്കൊന്നുമില്ല. നബിദിനത്തിന് എത്ര കാല പഴക്കം? 1400 കൊല്ലത്തെ പഴക്കല്ല, 1000 കൊല്ലത്തെ പഴക്കമുള്ളൂ. മനസ്സിലായില്ലേ? ഹിജറ 4-ാം നൂറ്റാണ്ടിന് ശേഷം ഇർബൽ ഭരിച്ച രാജാവ് അയാളാണിത് കൊണ്ടുവന്നത് എന്ന് ഇവരെന്നെ പറയുന്നുണ്ട്. അയാൾ കൊണ്ടുവന്ന ദീനല്ലല്ലോ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദീൻ എന്ന് പറയുമ്പോൾ അത് തൗഹീദാണ്, ശിർക്കില്ലാത്ത വിശ്വാസമാണ്. ദീൻ എന്ന് പറയുമ്പോ നബിയുടെ മാർഗമാണ്. അതും നല്ലതല്ലേ, ഇതും നല്ലതല്ലേ, ഓലും നല്ലതല്ലേ ചെയ്യണേ, ഇവരും നല്ലതല്ലേ? നല്ലത് പഠിപ്പിക്കാൻ വന്ന റസൂലിന്റെ മാർഗം സ്വീകരിച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? കർമ്മങ്ങൾ ചെയ്യാൻ. കാരണം റസൂൽ എന്തിനാ നിയോഗിക്കപ്പെട്ടത്? ലിയുതമ്മ ബി, നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നീ, എന്റെ സുന്നത്തിൽ ആരെങ്കിലും വിമുഖത കാണിച്ചാൽ അവൻ എന്നിൽപ്പെട്ടവനല്ല. ഇതെപ്പോഴാ പറഞ്ഞാൽ എപ്പോഴാ പറഞ്ഞ്? നബിന്റെ കർമ്മങ്ങളെ പഠിക്കാൻ 3 ആൾക്കാർ വീട്ടിൽ വന്നിട്ട് ആയിഷ ബീവിയോട് അന്വേഷിച്ചു. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിത്യജീവിതത്തിലുള്ള കർമ്മങ്ങൾ, ആരാധനകൾ ആയിഷ ബീവി അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ അവര് 3 ആളും പാടെ കൂടിയിട്ട് പറഞ്ഞ്, നബിയായിട്ട് ഇത്രയൊക്കെ ചെയ്യണുള്ളൂ, അപ്പൊ നമ്മളാവുമ്പോ നമ്മൾ സാധാരണക്കാരല്ല, അപ്പൊ നമ്മൾ ഇത്രയും ചെയ്താൽ പോരാ എന്ന് പറഞ്ഞിട്ട് അവർ നന്മ ഉദ്ദേശിച്ചിട്ട് അവരെന്ത് ചെയ്തു? കൂടുതൽ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോഴാ നബി മിമ്പറിലേക്ക് ഓടിക്കയറിയിട്ട് അൻതുമുല്ലദീ ഖുൽതും കദാ വകദ, നിങ്ങൾ ചില ആളുകൾ ഇങ്ങനെയൊക്കെ പറഞ്ഞോ, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കുക, ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, ഞാൻ നോമ്പ് നോൽക്കാറുണ്ട്, നോമ്പില്ലാത്ത അവസ്ഥയുമുണ്ട്, ഞാൻ രാത്രി നിസ്കരിക്കാറുണ്ട്, ഉറങ്ങാറുമുണ്ട് എന്ന് റസൂൽ അവർക്ക് തിരുത്തി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എന്റെ സുന്നത്താണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. അപ്പൊ സുഹൃത്തുക്കളെ, ശിർക്കില്ലാത്ത തൗഹീദ് വിശ്വാസം, ബിദ്അത്ത് കലരാത്ത സംശുദ്ധമായ കർമ്മങ്ങൾ, അതാണ് പടച്ചറബ് സ്വീകരിക്കുക. ആ ദീന് നമുക്കുണ്ടായിരിക്കണം. അത് മാത്രമല്ല, ഇസ്ലാമിൽ വിശ്വാസവും കർമ്മവും മാത്രമല്ല, നമ്മുടെ ജീവിതത്തിന്റെ മുഴുമുക്കു മേഖലയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരമാക്കുക. അതാണ് ഇസ്ലാം. ഒരാൾ കാണുമ്പോൾ പുഞ്ചിരിക്കുക, അത് ഇസ്ലാമാണ്. സലാം പറയുക, അത് ഇസ്ലാമാണ്. സൗമ്യമായി പെരുമാറുക, ഇസ്ലാമാണ്. ഒരാൾക്ക് ഭക്ഷണം കൊടുക്കുക, ഇസ്ലാമാണ്. അല്ലേ? നമ്മുടെ ഭർത്താവിനുള്ള കടമകൾ, ഭാര്യയോടുള്ള കടമകൾ, മക്കളോടുള്ള കടമകൾ, അയൽവാസിയുള്ള കടമകൾ, നാട്ടുകാരുള്ള സൊസൈറ്റിയുള്ള കടമകൾ, ഇവിടുത്തെ മിണ്ടാ പ്രാണികളുള്ള കടമകൾ, ഇതെല്ലാം ദീനാണ്. എത്രത്തോളം നിങ്ങൾ നമ്മൾ നിത്യവൃത്തിക്ക് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ പോലും നല്ല ഉദ്ദേശത്തോടെ ചെയ്താൽ അത് ദീനാണ്. എന്തായാലും തെളിവ്? റസൂൽ പറഞ്ഞിട്ടുണ്ട്. അത് റസൂൽ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും സ്വന്തം മാതാവിനെയും പിതാവിനെയും സംരക്ഷിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാൽ ഫഹുവ ഫീ സബീലില്ലാഹ്, അവൻ അല്ലാഹുവിന്റെ മാർഗത്തിലാണ്. ആരെങ്കിലും സ്വന്തം ഭാര്യയുടെ വായിലേക്ക് ഒരു ഉരുള ഭക്ഷണം വെച്ചു കൊടുത്താൽ അത് സ്വതക്കയാണ്. വെറുതെ പറഞ്ഞല്ല, മനസ്സിലെ? അപ്പൊ നമ്മൾ നല്ല നിയത്തിൽ ജോലിക്ക് ഇറങ്ങിയാൽ അത് ഇബാദത്താണ്, അസ്ലുണ്ട്. ജീവിതത്തിൽ എല്ലാ രംഗത്തും സൽസ്വഭാവമുള്ളവരാകാം. നബിയെക്കുറിച്ച് ആയിഷ ബീവിയോട് ചോദിച്ചു, നബിയെ, നബിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു ഉമ്മ? കൈഫ കാന ഖുലുഖുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആയിഷ ബീവി പറയാണ്, കാന അഹ്സനുൻ നാസി ഖുലുഖാ, റസൂലുള്ള ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളായിരുന്നു. ഏറ്റവും നല്ല സ്നേഹമുള്ള, അനുകമ്പയുള്ള, വിട്ടുവീഴ്ചയുള്ള, കാരുണ്യമുള്ള, വിവേകമുള്ള, ക്ഷമയുള്ള, സഹനമുള്ള, ധീരതയുള്ള, പക്വതയുള്ള, പാകതയുള്ള, അങ്ങനെ എന്തെല്ലാം സൽസ്വഭാവങ്ങളുണ്ടോ അതെല്ലാം പൂർത്തീകരിച്ച വ്യക്തിയാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിനെ പോലെ അനുകരിക്കാൻ പറ്റിയ ആരാപടല്? മെസ്സിനെ അനുകരിക്കാൻ പറ്റുമോ? ഫുട്ബോൾ നല്ല കളിയാണ്, ഒക്കെ റെഡിയാണ് അല്ലെ? മെസ്സി, റൊണാൾഡോ ഒക്കെ നല്ല ഫുട്ബോളാണ് എന്ന് കരുതിയിട്ട് ഒരാളുടെ ജീവിതത്തിൽ മുഴുവൻ അവരെ അനുകരിക്കാൻ പറ്റുമോ? അവരുടെ ദാമ്പത്യം, അവരുടെ സാമ്പത്തികം, അവരുടെ സാമൂഹികം, ലോകത്ത് നടക്കുന്ന അധർമ്മങ്ങളോട്, അന്യായങ്ങളോട്, അക്രമങ്ങളോട്, വംശഹത്യയോട് അവർ എടുക്കുന്ന സമീപനം, ഇതൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ? ഇതൊക്കെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുമോ?
എന്നാൽ ജീവിതത്തിന്റെ മുഴുമുക്ക് മേഖലയിലും ഒരു കുറവുമില്ലാതെ, ഒരു പോരായ്മയും ഇല്ലാതെ പെർഫെക്റ്റ് ആയിട്ട് ഹിസ്റ്റോറിക്കൽ പേഴ്സണാലിറ്റിയായി ജീവിച്ച് മരിച്ചുപോയ റസൂലുള്ളാഹിയെ ഫോളോ ചെയ്യാം, കണ്ണടച്ച് ഫോളോ ചെയ്യാം. ആരാ പറഞ്ഞത്? അല്ലാഹ് പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നബിയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം. അല്ലാഹുവിന്റെ സർട്ടിഫിക്കറ്റ്, സർട്ടിഫൈഡ് ബൈ അല്ലാഹ്. എന്ത്? താങ്കൾ ഉത്തമ സ്വഭാവത്തിന്റെ ഉടമയാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ് ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. അല്ലാഹനെ ഇഷ്ടപ്പെടുന്നു എന്ന് വാദിക്കുന്ന ആളുകൾ അവർ നബിയെ പിൻപറ്റിക്കൊള്ളട്ടെ. ഖുർആൻ. ആ ഒരു നിലക്ക് നമ്മുടെ ജീവിതത്തിന്റെ മുഴുമുക്ക് മേഖലയിലും നമുക്ക് അള്ളാഹുവിന്റെ ദീനിനെ പാലിച്ചു പോകാൻ പറ്റിയാൽ അതിന്റെ ഖൈർ ദുനിയാവിൽ കിട്ടും. ഖബറിൽ ഒരാൾക്ക് സൗകര്യം കിട്ടുന്നത് ദുനിയാവിൽ കിട്ടുന്ന സൗകര്യം പോലെയല്ല. ദുനിയാവിൽ നല്ല ലീഡർക്ക്, നല്ല നേതാവിന്, നല്ല പൈസക്കാരന്, നല്ല വിദ്യാഭ്യാസം ഉള്ളവന് നല്ല സ്വീകരണം, നല്ല സൗകര്യമൊക്കെ കിട്ടും. ഖബറിൽ കിട്ടൂല. ഖബറിൽ കിട്ടണമെങ്കിൽ ദീന് വേണം, അല്ലേ? വിശ്വാസം ശരിയാണം, കർമ്മങ്ങൾ വേണം, തിന്മകൾ ഒഴിവാക്കണം. പരലോകത്ത് അവിടെ കൺസിഡറേഷൻ കിട്ടുന്നത്, അവിടെ ഇളവ് കിട്ടുന്നത്, അവിടെ തണല് കിട്ടുന്നത്, അവിടെ ഹൗദുൽ കൗസർ കിട്ടുന്നത്, അവിടെ ഹിസാബ് എളുപ്പമാക്കപ്പെടുന്നത്, അവിടെ സിറാത്തിലൂടെ വേഗതയിൽ പോകാൻ പറ്റുന്നത്, അവിടെ മീസാൻ കനം തൂങ്ങുന്നത് പണത്തിന്റെ പേരിലല്ല, തറവാടിന്റെ പേരിലല്ല, സൗന്ദര്യത്തിന്റെ പേരിലല്ല, പ്രൗഢിയുടെ പേരിലല്ല, രാഷ്ട്രീയ പൊളിറ്റിക്കൽ ഹോൾഡിന്റെ പേരിലല്ല, വിദ്യാഭ്യാസ യോഗ്യതയുടെ പേരിലല്ല, സൊസൈറ്റി അയാൾക്ക് കൊടുത്ത വലിയ വലിയ അംഗീകാരങ്ങളുടെ പേരിലല്ല. പിന്നെ എന്തിന്റെ പേരില? ദീനിന്റെ പേരില. സ്വർഗം ലഭിക്കപ്പെടുന്നത് ആർക്കാ? പുണ്യമാളന്മാർ അവർ സ്വർഗത്തോപ്പിലാണ്. ദീനാണ് സുഹൃത്തുക്കളെ സൊല്യൂഷൻ. ആ ദീന് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാ, നമ്മുടെ കുടുംബത്തിലും കൊണ്ടുവരാ. കാരണം കുടുംബം പടച്ചോൻ ഞമ്മക്ക് അനുഗ്രഹമാണ്. വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂതികും സകനാ. അനുഗ്രഹത്തിന്റെ കേന്ദ്രമാണ് നിങ്ങളുടെ വീട്, നിർഭയത്വത്തിന്റെ കേന്ദ്രമാണ്, സുരക്ഷയുടെ കേന്ദ്രമാണ്, സ്വർഗത്തിന്റെ കേന്ദ്രമാണ്, സന്തോഷത്തിന്റെ കേന്ദ്രമാണ്, അല്ലെ? നമ്മുടെ പരലോകത്ത് നമുക്ക് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സംഭവമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വന്തത്തെയും കുടുംബത്തെയും സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ്. സ്വന്തം റെഡിയാവുന്നുള്ള ഫസ്റ്റ് അൻഫുസകും വഅഹ്ലീകും. ആദ്യം നിങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്തുക, പിന്നീട് നിങ്ങളുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തുക. ഞാൻ കുടുംബത്തിലൊരു മകനാണ്, മകളാണ് എങ്കിൽ എന്റെ റെസ്പോൺസിബിലിറ്റി ഞാൻ ഇസ്ലാമാവുക, മുസ്ലിമാവുക. ഞാൻ മുസ്ലിം കുടുംബത്തിൽ തന്നെയാണ്, പക്ഷെ ഞാൻ മുസ്ലിമാണെന്ന് പറയാൻ പറ്റൂല. ഞാൻ ഇസ്ലാമിന്റെ ചില ചില കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലാക്കുള്ളൂ, ചിലതൊന്നും എനിക്ക് പറ്റൂല. അങ്ങനല്ല. ഇസ്ലാമിൽ പൂർണ്ണമായിട്ട് പ്രവേശിക്കുക. എന്നിട്ട് എന്റെ ഉപ്പയെ, എന്റെ ഉമ്മയെ, എന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ, എന്റെ സിബ്ലിങ്സിനെ, എന്റെ അയൽവാസികളെ, എന്റെ മറ്റുള്ള പരിചയക്കാരെ അവരെ ഈ ദീനിലേക്ക് കൊണ്ടുവരേണ്ട റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്വം മുഅ്മിനായ മുസ്ലിമായ ഒരു കുട്ടിയായ, ഒരു യുവാവായ, ഒരു പിതാവായ, ഒരു ഭാര്യയായ, ഒരു ബാപ്പയായ, ഒരു ഉമ്മയായ, ഒരു സഹോദരനും ഒരു സഹോദരിയുമായ ഏതെല്ലാം ഡെസിഗ്നേഷൻ നമ്മൾ അലങ്കരിക്കുന്നുണ്ടോ അവിടങ്ങളിൽ നമ്മൾ നിർവഹിക്കണം. കുടുംബം ഇസ്ലാമികമാകുക എന്നുള്ള വലിയ സൗഭാഗ്യമാണ്. അതുകൊണ്ടല്ലേ ഇബാദുർ റഹ്മാന്റെ പ്രാർത്ഥന ഞങ്ങൾ നോക്കിയില്ലേ ഖുറാനില്, അല്ലേ? അവരുടെ സ്വഭാവങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു കുറേ സാധനം. അവര് വല്ല വേണ്ടാത്തരങ്ങളും കാണുകയാണെങ്കിൽ മാന്യമായിട്ട് അവിടെ നിന്ന് കടന്നു പോകും. അവർ വല്ല ജാഹിലുകളുമായിട്ട് സംവദിക്കേണ്ടി വന്നാൽ അവർ സലാം പറഞ്ഞ് പിരിയും. അവിടൊക്കെ ഓല് ചെയ്യും എന്ന് പറഞ്ഞ്. എന്നാൽ മക്കളുടെയും കുടുംബത്തിന്റെയും വിഷയം എന്നപ്പോ എന്താ പറഞ്ഞ്? അവര് പടച്ചോനോട് പ്രാർത്ഥിക്കും. മനസ്സിലായില്ലേ? മറ്റതൊക്കെ അവര് ചെയ്യുന്ന പറഞ്ഞ്. പക്ഷെ കുടുംബത്തിന്റെയും അതുപോലെ തന്നെ മക്കളുടെയും ഇണകളുടെയും കാര്യം പറഞ്ഞപ്പോ വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. പടച്ചോനെ, ഞങ്ങളെ മക്കളെയും ഞങ്ങളുടെ ഇണകളെയും അവരിൽ നിന്ന് കൺകുളിർമ നൽകണമേ റബ്ബേ. അവരെ നീ മുത്തഖിയുടെ ഇമാമാക്കണേ പടച്ചോനെ.
പടച്ചവനോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. കാരണം പടച്ചവൻ തന്നെ അനുഗ്രഹമാണെന്തറിയോ? ദീനുള്ള കുടുംബം എല്ലാം ഉണ്ടാവും. പക്ഷെ ദീനില്ലേ പോയി സുഹൃത്തുക്കളെ. ആകെ ഒരു ആൺകുട്ടിയിൽ പെൺകുട്ടികളുടെ നല്ല ബിസിനസ്സാണ്, നല്ല ബിസിനസ്, അത്യാവശ്യം നല്ല പൂത്ത കാശുകാരല്ലേ, അതെല്ലാം ഉണ്ട്. പക്ഷെ മകൻ പഠിക്കാൻ പോയത് കേരളത്തിന് പുറത്താണ്, ഇന്ത്യക്ക് പുറത്താണ്. അവിടെ ചെന്നിട്ട് അവൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാല് നിരീശ്വരവാദ ചിന്തകളുണ്ടായി, ആള് നിരീശ്വരവാദിയായി. അതോടുകൂടി ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ആരംഭിച്ചു. ദീനില്ലാത്ത മക്കൾ അവർ തോന്നിയവരോടൊപ്പം ജീവിക്കാൻ തീരുമാനിക്കുന്നതോടെ ഒരു കുടുംബത്തിന്റെ വിളക്കണഞ്ഞു പോവാണ്. അതുവരെ സന്തോഷത്തോടുകൂടെ കടന്നുപോയ ആ വീട്ടിൽ പിന്നീട് കണ്ണീരും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുണ്ടാവാൻ അല്ലെ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ട് പല വീടുകളിലും പോലീസ് കയറിയിറങ്ങി. എന്റെ ഒന്നിനും പോന്ന ആൺകുട്ടികൾ അവർ ചെന്നുപെട്ട ഇത്തരത്തിലുള്ള ഡ്രഗ്സ് മാഫിയയുടെ അല്ലെ അതിനുള്ളവർക്ക് കിട്ടുന്ന ആനന്ദവും അതിൽ നിന്ന് അവർക്ക് കിട്ടുന്ന വരുമാനവും ലക്ഷ്യം വെച്ചുകൊണ്ട് അവർ അതിന്റെ ഭാഗമായി പ്രവർത്തിച്ചതിന്റെ ഫലമായിട്ട് ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത പോയി. കുടുംബത്തിൽ ഏതെങ്കിലും ഒരുത്തന് ദീനില്ലെങ്കിലും മതി കുടുംബത്തിന്റെ സമാധാനമൊക്കെ പോവാൻ. എന്താ ഒരു സമാധാനം കിട്ടാനുള്ള വഴി വെച്ചാൽ കുടുംബം ഇസ്ലാമികമാകുക എന്നുള്ളതാണ്. അങ്ങനെ ഇസ്ലാമികമായ കുടുംബം ഉണ്ടായി കിട്ടാൻ നമ്മൾ പടച്ചവനോട് നല്ലോണം പ്രാർത്ഥിക്കണം. മക്കളെ ചോദിക്കുമ്പോ സക്കരിയ നബി ചോദിച്ചത് എന്താ? റബ്ബനാ ഹബ്ലനാ മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ. പടച്ചോനെ നിന്റെ പക്കൽ നിന്നൊരു കുട്ടിനെ കൊണ്ടാന്നല്ല, ത്വയ്യിബായ കുട്ടിനെ കൊണ്ടാ. ത്വയ്യിബായ ഒരു കുട്ടിനെ. മിൻ ലദുൻക വലിയ, നിന്റെ വലിയ ഒരു കുട്ടിനെ. യരിസുനീ വയരിസു മിൻ ആലി യഅഖൂബ വജഅൽഹു റബ്ബി റദിയ. പടച്ചോനെ നിനക്ക് തൃപ്തിപ്പെട്ട ഒരു കുട്ടി, പ്രവാചകനായ ഒരു കുട്ടി, നിന്റെ വലിയ ഒരു കുട്ടി, മാതാപിതാക്കളോട് വാത്സല്യമുള്ള ഒരു കുട്ടി, ഒരിക്കലും എതിർത്ത് നിൽക്കാത്ത ഒരു കുട്ടി, ഒരു ഫസാദും ഒരു കുഴപ്പവും ഉണ്ടാക്കാത്ത ഒരു കുട്ടി. ഇങ്ങനെ ഒരു കുട്ടിനെ വെറുതെ ഒരു കുട്ടിനെ ചോദിച്ചേക്കല്ല, പിന്നെ സിഫത്തൊത്ത കുട്ടി അതാ ചോദിച്ചത്. എണ്ണകളെ ചോദിക്കുമ്പോ മക്കളെ ചോദിക്കുമ്പോ ഒക്കെ സ്വാലിഹീങ്ങൾ അല്ലേ. ഒരു ഗൃഹം രൂപീകരിക്കപ്പെടുന്നത് കല്യാണത്തിലൂടെയാണ്. കല്യാണം കഴിക്കുമ്പോ എന്താ നോക്കേണ്ടത്? നല്ല പൈസ ഉണ്ടോ, ഗൾഫ് കൊണ്ടുപോകോ, മണാലി കൊണ്ടുപോകോ, പട്ടിണില്ലാതെക്കോ, ആർഭാട ജീവിതം നയിക്കാൻ പറ്റുമോ, തോന്നുമ്പോഴൊക്കെ പർച്ചേസിങ് പറ്റുമോ, ഔട്ടിങ്ങിന് പോകാൻ പറ്റുമോ, പുറത്ത് ഇടക്കിടക്ക് ഹോട്ടലിൽ പോയി പള്ളറച്ച് മുണുങ്ങാൻ പറ്റുമോ, ഇതൊന്നല്ല നോക്കണ്ടേ. ദീനുണ്ടോ? മറ്റതൊക്കെ ഉണ്ട്, പക്ഷെ ദീനില്ലെങ്കിൽ എന്താ നിങ്ങള് ഒരു ഔട്ടിങ്ങും ഉണ്ടാവില്ല. ഏത് മറ്റതൊക്കെ ഉണ്ട്, പക്ഷെ ദീനില്ലെങ്കിൽ പൈസ ഉണ്ടാവും, വിദ്യാഭ്യാസം ഉണ്ടാവും, ഭയങ്കര പവർ ഉണ്ടാവും, പക്ഷെ ലൈഫ് ഉണ്ടാവില്ല. ലൈഫ് ഉണ്ടാകണമെങ്കിൽ ദീന് വേണം. ഈമാനുള്ള സൽസ്വഭാവമുള്ള പടച്ചിറപ്പിനെ പേടിക്കുന്ന കടമകളെ കുറിച്ച്, ബാധ്യതകളെ കുറിച്ച് തികഞ്ഞ ബോധ്യവും വിദ്യാഭ്യാസവുമുള്ള എന്റെ ഭാര്യയോട് എനിക്കുള്ള കടമകളും കടപ്പാടുകളും എന്തൊക്കെയാണ്, അവളിലുള്ള കുറവുകൾ ഞാൻ എങ്ങനെയാണ് നികത്തേണ്ടത്, അവൾ എന്നോട് മോശമായി പെരുമാറിയാൽ ഞാൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടത്, അവൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ എന്താണ് ചെയ്യേണ്ടത്, അവളുടെ ആഗ്രഹങ്ങൾ ഞാൻ എങ്ങനെയാണ് പൂർത്തീകരിച്ചു കൊടുക്കേണ്ടത്, എന്റെ ഭാര്യയെ എനിക്ക് എത്രത്തോളം സന്തോഷിപ്പിക്കാൻ സാധിക്കുമെന്ന് മതപരമായി പഠിച്ചു മനസ്സിലാക്കിയ സൽസ്വഭാവിയായ ഒരു കുട്ടിയുണ്ടെങ്കിൽ, ഒരു ചെക്കൻ ഉണ്ടെങ്കിൽ അവനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരുത്തനെ കിട്ടിയാൽ നമ്മൾ എന്ത് പറയില്ല അറിയോ? കല്യാണം അടിമത്തമാണ്, കല്യാണം കഴിച്ചാൽ പഠിക്കാൻ പറ്റൂല, ജോലിക്ക് പോകാൻ പറ്റൂല, കുട്ടീനെടുക്കാനേ പറ്റുള്ളൂ, പി ജി എടുക്കാൻ പറ്റൂല, ഇങ്ങനെ ആരെങ്കിലും ഛർദ്ദിച്ച മാലിന്യങ്ങൾ വാരി വിഴുങ്ങുന്ന അവസ്ഥ നമുക്ക് ഉണ്ടാവില്ല.